ഡൽഹി IAS കോച്ചിംഗ് സെന്ററിലെ അപകടത്തിൽ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിട്ടത്. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, അതിദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഈ രാജേന്ദ്ര നഗറിലെ കോച്ചിംഗ് സെന്ററിലായിരുന്നു അതിന്റെ ബേസ്മെന്റിലേക്ക് വെള്ളം കയറുകയും 3 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ പ്രതിഷേധങ്ങളാണ് അതിന് പിന്നാലെ രാജ്യ തലസ്ഥാനം കണ്ടത്. വിദ്യാർത്ഥികൾ അവരുടെ സ്വന്തം നിലയ്ക്ക് പ്രതിഷേധവുമായി തെരുവുകളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. ഏത് സാഹചര്യമാണ് ഇത്തരത്തിൽ വെള്ളം കയറാൻ ഇടയാക്കിയത്, ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് കലാശിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത നേടുന്നതിനായി അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിയോട് 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും അത്തരം നീക്കങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഈ പ്രതിഷേധവും അവിടെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.